മമ്മൂട്ടിന്റെ CBI ഡയറി കുറിപ്പ് ആ ക്ലിക്ക് ആവണത്. അപ്പൊ അങ്ങനെ ഒരു എയ്സ് ഇൻവെസ്റ്റിഗേഷനോ എനിക്ക് കണ്ടപ്പോ വയ്യാട്ടോ ഇത്. ദൈവമേ, പ്രേക്ഷകരെ ഒരു അതിലാണ് കാര്യം മനസ്സിലാക്കണം കേട്ടോ. നമ്മുടെ പോലീസ് ഫോഴ്സിൽ പോലും ഇത്തരത്തിലുള്ള ഇമേജറീസ് എത്ര അല്ല ഉണ്ടാവും. ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും നമ്മൾ ചില ഇപ്പൊ ഒരു ഫിലിം കണ്ടു കഴിഞ്ഞപ്പോ അടുത്തൊരു ഫിലിം ഇടുന്നു, റോന്ത് നൈറ്റ്. അപ്പൊ നൈറ്റ് പെട്രോൾ ഒരു പോലീസ് ഓഫീസേഴ്സ് ചെയ്യുന്നത്. അത് വെച്ച് നമുക്ക് നമ്മുടെ മെനനെയും മറ്റും നോക്കാം, അവർ ചെയ്യുന്ന ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ഒക്കെ പലതരത്തിലുള്ള ആക്ച്വലി നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാവും. ലേറ്റസ്റ്റ് അങ്ങനത്തെ പല ഇത് അഡ്വാൻറ്റേജസ് ഉണ്ടാവില്ലേ. അങ്ങനെ ഒരു ഇതിൽ കയറി അപ്പം നോക്കുമ്പോഴാണ് CBI അന്ന് എക്സാം നടത്തുന്ന സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ആയിരുന്നത്. അത് ഇൻസ്പെക്ടേഴ്സ് ടു CBI. അതിന്റെ കൂടെ കുറച്ച് CPOs ഉണ്ട്, സെൻട്രൽ പോലീസ് ഓർഗനൈസേഷൻസ്. അതാണ് ഈ CASF, CRPF, ITBP, BSF എന്ന് പറയുന്ന സെൻട്രൽ പോലീസ് ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇതിലേക്കെല്ലാം സബ് ഇൻസ്പെക്ടേഴ്സിലും മറ്റേതിൽ ഇൻസ്പെക്ടറുമാണ്. ഫസ്റ്റ് ക്ലിക്ക് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എൻ്റെ ഇഷ്ടം CBI ആയിരുന്നു. സെക്കൻഡിൽ എന്തിനാണ് ടിക്ക് ചെയ്തത് പോലും എനിക്ക് ഓർമ്മയില്ല. റിസൾട്ട് വന്നപ്പോഴാണ് കണ്ടെന്ന് മറ്റേ ഓൾ സ്റ്റേറ്റ് നാഷണൽ ലെവലിലാണ് 12 വേക്കൻസീസോ 15 വേക്കൻസീസ് എന്തോ CBI ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഐ സ്കോർഡ് അറൗണ്ട് 42 or 44 എന്തായിരുന്നു റാങ്ക്. അങ്ങനെയാണ് എനിക്ക് CRPF കിട്ടിയത്. അപ്പൊ ഉള്ളിൽ ആ ഇൻവെസ്റ്റിഗേറ്റീവ് സ്പിരിറ്റ് മനസ്സിലുള്ളത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നു അതിലേക്ക് ഓപ്റ്റ് ചെയ്യാനും കാരണം അതിലേക്ക് എത്തിയത്.